ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 2 സവാളയാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് ആദ്യം മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് കാഷ്നട്ട് ഇവിടെ കുതിർത്ത് വെച്ചിരുന്ന് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റ് ആവുന്നത് വരെ അരച്ചെടുക്കണം. ഇനി നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ നെയ്യാണോ ചേർത്ത് കൊടുത്തത്. നെയ്യ് ഒഴിവാക്കരുത്, നെയ്യ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ബേ ലീഫും കറുവപ്പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ബേസിക് മസാലാസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ പൊടികളെല്ലാം ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുന്നത് കൊണ്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് വീണ്ടും ഓണാക്കുക. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയും പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് വഴറ്റിയെടുക്കണം. കാരണം നമ്മൾ സവാള അരിഞ്ഞൊക്കെ വഴറ്റുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും. അത് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മളിതിലേക്ക് 2 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. ഇത് അരച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു സ്റ്റേജിലായി കഴിഞ്ഞതിന് ശേഷം ഒരു 7 to 8 മിനിറ്റ്സ് നമ്മൾ വീണ്ടും വഴറ്റി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. മിനിമം 6 മണിക്കൂറെങ്കിലും കുതിർത്തിട്ടുണ്ടാവണം ഗ്രീൻ പീസ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ ഗ്രേവി ഒന്ന് ലൂസാക്കാനായിട്ട് 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ചേർക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. 1 കപ്പ് ചൂടുവെള്ളവും കൂടി ഇനി ചേർക്കാനുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫുൾ ഫ്ലെയിമിൽ 3 വിസിൽ വരെയാണ് ഞാനിത് വേവിക്കുന്നത്. ഫുൾ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം, അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ വെന്ത് ഉടഞ്ഞു പോവും, കലങ്ങിപ്പോകും. അപ്പോൾ ഞാനിപ്പോൾ 3 വിസിൽ വരെ ആക്കി. ഇപ്പോൾ വിസിലെല്ലാം പോയപ്പോൾ കുക്കർ തുറക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓയിലെല്ലാം സെപ്പറേറ്റഡായി, കറി നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ വെന്ത് കലങ്ങിയൊന്നും പോയിട്ടില്ല. ഇപ്പോൾ നമുക്കിതിൽ നിന്നൊരു ഗ്രീൻ പീസ് എടുത്ത് നോക്കാം. ഗ്രീൻ പീസ് എല്ലാം അതിൻ്റെ ഷേപ്പിൽ തന്നെ ഇരിക്കുകയാണ്, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡിയായി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.